ഈ കോഴ്സിലെ മൈ കേസസിലെ കേസെല്ലാം DCM ഡാഷ്ബോർഡിലേക്ക് ആഡ് ചെയ്യാൻ ആദ്യം ഈ കോഴ്സിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പുള്ള 3 ലൈൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കാര്യം വരും. അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് സെലക്ട് ചെയ്യണം. ആ എക്സ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ മൈ കേസസിൻ്റെ എല്ലാ കേസസും സേവ് ചെയ്യണം. അതൊരു ടെക്സ്റ്റ് ഫോമാറ്റിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ അതിൻ്റെ അകത്ത് സേവ് ആക്കി കിട്ടും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് ഇതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ അത് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ക്യാപ്ച അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് ഫേവറേറ്റ് കേസസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് കേസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ടു ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കേസ് വേണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കാണിക്കും. അതിൻ്റെ അടിയിൽ മറ്റേ ആ കേസ് ഡീറ്റെയിൽസ് കാണിക്കും. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ആഡ് ടു ഫേവറേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ സേവായി കിടന്നോളും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കേസ് സെർച്ച് ചെയ്യുന്നിടത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് പോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, കോർട്ട്, അതേപോലെ തന്നെ കേസ് ടൈപ്പ്, കേസ് നമ്പർ, പിന്നെ ആ കേസ് ഇയർ, ഇത്രയും കൊടുത്തേച്ചും എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു കേസ് വരും. എന്നിട്ട് ആഡ് ടു ഫേവറേറ്റ് കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നമുക്കൊരു കേസ് നമ്മൾ ആ കൊടുത്ത കേസ് അതിൻ്റെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത കേസസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ തന്നെ ഈ ആഡ് ടു ഫേവറേറ്റിൻ്റെ അപ്പുറത്ത് ഇമ്പോർട്ട് കേസസിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് എവിടെയാണോ അവിടെ നിന്ന് ആ കേസ് എടുത്തിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് അവർ ചോദിക്കും ഇതിങ്ങോട്ട് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മളവിടെ ആ കൊടുത്ത മൈ കേസസിൽ കൊടുത്ത എല്ലാ കേസുകളും എന്ത് ചെയ്യും, ഈ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ എല്ലാ കേസുകളും ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പം അതുകൂടാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ടു ഫേവറേറ്റ്സ് എന്ന ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതെല്ലാം അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയും കയറ്റാൻ പറ്റും.